ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ 100ാമത് വെണ്ണിക്കുളം കൺവെൻഷൻ്റെ ഭാഗമാകുന്നതിന് ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിനായി എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ജോജി അച്ഛനോടും കൺവെൻഷൻ്റെ എല്ലാ ഭാരവാഹികളോടും എനിക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇത് 100 വർഷമായി 100 നോട്ട് ഔട്ട് എന്ന് ക്രിക്കറ്റ് കളിക്കാരുടെ ഭാഷയിൽ വേണമെങ്കിൽ പറയാം. ഞാൻ കോട്ടയത്തു നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ വരുന്ന വഴിക്ക് മിനിമം ഒരു 15 കൺവെൻഷനെങ്കിലും ഞാൻ കണ്ടു, ലൈറ്റും കാര്യങ്ങളുമെല്ലാം. ഇതൊരു കൺവെൻഷൻ കാലമാണ്. എവിടെ നോക്കിയാലും കൺവെൻഷനുകളാണ്. ഒരു 5 കൊല്ലത്തേക്ക് ഒരു ചോദ്യമാണ്, ഒരു 5 കൊല്ലത്തേക്ക് കേരളത്തിൽ ഈ കൺവെൻഷനുകളെല്ലാം അങ്ങ് റദ്ദ് ചെയ്യുക, നമ്മൾ തന്നെ അങ്ങ് തീരുമാനിക്കുക, നടത്തുന്നില്ല. വല്ലതും സംഭവിക്കുമോ? ചോദ്യമാണ്, ഉത്തരവൊന്നും പറയണ്ട. ഈ ലൈവ് ഉള്ളതുകൊണ്ട് അധികം ചോദ്യം ചോദിക്കാനും പറ്റത്തില്ല. സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. ഇത് 2-3 കൊല്ലം നടന്നില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ അടുത്തിടയ്ക്ക് ഞാനൊരു കുടുംബവുമായി സംസാരിച്ചപ്പോൾ അവരെന്നോടൊരു സംഭവം പറഞ്ഞു. അപ്പനും അമ്മയും 2 മക്കളും കൂടെ കേരളത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു. സന്ധ്യാസമയമാണ്. വഴിയിൽ ഒരു ആക്സിഡൻറ്റ് കണ്ടു. അപ്പോൾ ഈ പിള്ളേർ പറഞ്ഞു, നമുക്ക് വണ്ടി നിർത്താം, എന്താണെന്നൊന്ന് നോക്കാം. അപ്പോൾ ഈ അപ്പനും അമ്മയും പറഞ്ഞു, നിനക്ക് അടങ്ങിയിരുന്നു കൂടെ. അപ്പോൾ ഇവർ കുടുംബമായി പള്ളിയിൽ പോകുന്ന, സൺഡേ സ്കൂളിൽ പോകുന്ന ഒക്കെ കുടുംബമാണ്. അപ്പോൾ ഈ 2 മക്കളിൽ ഒരാൾ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ സൺഡേ സ്കൂളിൽ നല്ല ശമരിയാക്കാരൻ്റെ കഥയാണ് പഠിച്ചത്, അതുകൊണ്ട് നമുക്കിത് നിർത്തി എന്താണെന്ന് നോക്കുക. അപ്പനും അമ്മയും പറഞ്ഞു, അടങ്ങിയിരിക്കടാന്ന് പറഞ്ഞു. ഏതായാലും അവർ വണ്ടി നിർത്തിയില്ല, തിരിച്ച് വീട്ടിൽ ചെന്നു. അത്താഴമൊക്കെ കഴിഞ്ഞു. പ്രാർത്ഥിക്കാൻ പിള്ളേരെ വിളിച്ചു. അവർ പറഞ്ഞു, ഇനി മേലിൽ ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് വിളിക്കരുത്. എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നേ? ആ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമില്ലാതെ വരുന്നത് പിള്ളേർക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ നമുക്ക് ഇതിലൊരു പൊരുത്തക്കേടും തോന്നുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് ഈ 100ാമത് കൺവെൻഷനിൽ കുറഞ്ഞ പക്ഷം എൻ്റെ പ്രാർത്ഥനയും എൻ്റെ പ്രവൃത്തിയും തമ്മിൽ ഒത്തുപോകുന്നില്ല എന്നെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതുതന്നെ ഒരു വലിയ നന്മയുടെ ലക്ഷണമാണ്. ഇന്ന് ഒരുമിച്ച് ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ചെറിയ വാക്യമാണ്, നമുക്കൊക്കെ പരിചയമുള്ള ഒരു വാക്യം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, നല്ല ദൈവമേ, ഞങ്ങൾ 100 വർഷമായി ഈ പ്രദേശത്ത്, ഈ മണ്ണിൽ പാടുന്നു, പ്രാർത്ഥിക്കുന്നു, വചനം കേൾക്കുന്നു. ഞങ്ങളുടെ ഈ 100 വർഷത്തെ ഒരുമിച്ചുള്ള കൂടിവരവുകൾ എന്തു മാറ്റം ഞങ്ങളിലും ഞങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിലും വരുത്തിയെന്ന് ആരുടെയും പ്രേരണ കൂടാതെ, ആരുടെയും സമ്മർദ്ദം കൂടാതെ സ്വയം ഒന്ന്
വിലയിരുത്തുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. നൂറ് വർഷം ഒരാഴ്ച വീതം ഞങ്ങൾ ഈ മണ്ണിൽ പ്രാർത്ഥിച്ചു. എത്രയോ പ്രഗത്ഭരായ ആളുകൾ വന്ന് വചനം ഞങ്ങളോട് സംസാരിച്ചു. എന്നാൽ നീ ആഗ്രഹിക്കുന്നത് പോലെ ഒരു യഥാർത്ഥ ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്ക് വളരുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവേ, ഈ ഒരു ചോദ്യം എപ്പോഴും ഓരോ കൺവെൻഷന് ഞങ്ങൾ സംബന്ധിക്കുമ്പോഴും ചോദിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട അച്ഛന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, സുവിശേഷകർക്കായി പ്രാർത്ഥിക്കുന്നു, ഈ കമ്മിറ്റിയുടെ ചുമതലക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നിൻ്റെ സാന്നിധ്യം കൊണ്ടും നിൻ്റെ സ്നേഹം കൊണ്ടും നീ അനുഗ്രഹിക്കണമേ. വചനം ശുശ്രൂഷിപ്പാൻ അടിയനെയും അതനുസരിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ സഹായിക്കുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കടലാസ് തന്നിട്ട് സൗമ്യതയുള്ള ഒരു 2-3 പേരുടെ പേര് എഴുതിത്തരാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ പേനയെടുത്ത് ആ കടലാസിൽ വെണ്ണിക്കുളം പഞ്ചായത്തിലെ സൗമ്യത ഉള്ളവർ, സൗമ്യതയിൽ 1ാം റാങ്ക് കിട്ടിയവരുണ്ട്, സൗമ്യതയിൽ 2ാം റാങ്ക് കിട്ടിയവരുണ്ട്, ചിലരൊക്കെ മോഡറേഷൻ കിട്ടി സൗമ്യരായവരുണ്ട്. അങ്ങനെ നിങ്ങളൊരു 3 പേരുടെ പേര് നിങ്ങൾ എഴുതിയാൽ എങ്ങനെയുള്ള മനുഷ്യരായിരിക്കും നിങ്ങളുടെ സൗമ്യതയുടെ പട്ടികയിൽ സ്ഥാനം പിടിക്കുക? വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ മനസ്സിലൊന്ന് 3 പേരുടെ പേരൊന്ന് കുറിച്ചേ. ഇപ്പം ചിലരെങ്കിലും പറയും, എൻ്റെ അച്ഛാ ഇവിടെ സൗമ്യതയുള്ളത് ഞാനല്ലാതെ പിന്നെ വേറെ ആരാ ഉള്ളത്? ഒരുപക്ഷെ ഒരു 3 പേരുടെ പേരെഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെട്ടു പോകും. ഈ 3 പേരുടെ പേര് നിങ്ങൾ തൽക്കാലം മനസ്സിൽ സൂക്ഷിക്കുക. ഈ വചന ശുശ്രൂഷ കഴിയുമ്പോഴും ആ 3 പേര് ആ കടലാസിൽ കാണുമോ എന്ന് ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ഈ നന്മ അല്ലെങ്കിൽ ചില ഗുണങ്ങളുണ്ടല്ലോ, വിനയം, സ്നേഹം, നാണം, സൗമ്യത, താഴ്മ എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ നമ്മളിപ്പം വിനയം എന്ന് പറഞ്ഞാൽ ആരെയാണ് നിങ്ങൾ വിനയമുള്ളവരായി പരിഗണിക്കുന്നത്? അയ്യോ, ഞങ്ങളുടെ അച്ഛൻ എന്നാ വിനയമാണെന്നറിയാമോ? പുള്ളി യൂണിവേഴ്സിറ്റി തന്നെ അങ്ങനെ പഠിച്ച ആളാണ്, അത്രയ്ക്ക് വിനയമാണ്. വിനയം അങ്ങ് കവിഞ്ഞൊഴുകുകയാണ്. ഇപ്പം ഞങ്ങളിവിടെ ഇപ്പം സ്റ്റേജിൽ അച്ഛന്മാരുണ്ടല്ലോ, അച്ഛന്മാരോട് ചോദിക്കുക, അച്ഛാ ഞങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന പള്ളിയിലെ ഈ സൗമ്യരായ വിനയമുള്ള ആളുകളുടെ പേര് പറയാൻ പറഞ്ഞാൽ അച്ഛന്മാരാരുടെ പേരായിരിക്കും പറയുന്നത്? ചോറുണ്ണാൻ നേരത്ത് മാത്രം വാ പൊളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിരിക്കും അച്ഛന്മാരുടെ പട്ടികയിലെ. ഇനി നിങ്ങൾ തിരുമേനിമാരോട് ചോദിക്കുക, സൗമ്യതയുള്ള അച്ഛന്മാരുടെ പേര് പറയാൻ പറഞ്ഞാൽ ചോറുണ്ണാൻ നേരത്ത് തന്നെ ഫുൾ പൊളിക്കത്തില്ല, ഹാഫ് പൊളിക്കും. ഈ വിനയം, സൗമ്യത എന്നൊക്കെ പറഞ്ഞാൽ ഈ വാ പൊളിക്കാത്ത മനുഷ്യർ തല പോയാലും ഒരഭിപ്രായം പറയില്ല. ആർക്കെന്ത് സംഭവിച്ചാലും പുള്ളിക്കൊരു പ്രശ്നമല്ല. അപ്പോൾ ഈ വിനയം, താഴ്മ, സൗമ്യത എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്?
അച്ഛൻ ചെയ്യുന്നത് ശരിയല്ല എന്നാരെങ്കിലും കമ്മിറ്റി പറഞ്ഞാൽ വിനയത്തിൻ്റെ ആ കണക്ക് പുസ്തകത്തിൽ നമ്മൾ അങ്ങേരുടെ പേരങ്ങ് വിട്ടു. കാരണം എന്താ? നമ്മൾ പറയുന്നതെല്ലാം ശരി എന്ന് പറയുന്നവരെയാണ് നമ്മൾ സൗമ്യരായി പരിഗണിക്കുന്നത്. ഇനിയും നമ്മളിൽ തന്നെ ഈ പലതരം മനുഷ്യരുണ്ട്. അതിൽ ചിലർ സൗമ്യരാണ്. എപ്പോഴാണെന്നറിയാമോ? അവരെക്കാൾ അധികാരമുള്ള മനുഷ്യരുടെ മുൻപിൽ അവർ സൗമ്യരാണ്. ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞാൽ, വേറെ ആരുടെയും കാര്യം പറയാനുണ്ട്, എൻ്റെ കാര്യം പറയാം. ഇപ്പം ഇടവകയിലൊരു പാവപ്പെട്ട മനുഷ്യനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇടവകയിലെ ശുശ്രൂഷകൻ, അതായത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചൊന്നും പറയില്ലെന്നും എന്നെ ഒന്നും ചെയ്യില്ലെന്നും ആ മനുഷ്യൻ വിചാരിച്ചാൽ എനിക്കൊന്നും സംഭവിക്കില്ലെന്നും ഉറപ്പുള്ളപ്പോൾ നമ്മളാരും സൗമ്യരല്ല. എന്നാൽ എന്നേക്കാൾ അധികാരമുള്ള ഒരാളുടെ മുൻപിൽ ഞാൻ സൗമ്യനാണ്. കാരണം ഈ പണി പോയാൽ പിന്നെ തൊഴിലുറപ്പിന് പോകേണ്ടി വരും. അപ്പോൾ എന്താണ് സൗമ്യത? സൗമ്യത എന്നത് നമ്മേക്കാൾ അധികാരമുള്ള ആളുടെ മുൻപിൽ നമ്മൾ സ്വീകരിക്കുന്ന ഒരു തന്ത്രമാണോ സൗമ്യത? ഒരു പള്ളിയൊന്നും പറയൂല, അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ട്. പുള്ളിയെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് തോന്നി പുള്ളിയാണ് സൗമ്യത കണ്ടുപിടിച്ചതെന്ന് പോലും എനിക്ക് തോന്നി. കാരണം അമ്മാതിരി സൗമ്യത. അപ്പം ഇത്രയും സൗമ്യനായ ഒരാൾ ആ പള്ളിയിൽ ഇല്ലാത്തതുകൊണ്ടും അദ്ദേഹത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അദ്ദേഹത്തെ ഒരു പ്രാർത്ഥനാ കൂട്ടത്തിൻ്റെ പ്രതിപുരുഷനാക്കി. അവസാനം അവിടെ കൊലപാതകം നടന്നില്ലെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എന്താണ് സൗമ്യത? ഒരു ചെറിയ അധികാരം കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അപ്പോഴാണ് യഥാർത്ഥ സൗമ്യത പുറത്തോട്ട് വരുന്നത്. ഇനിയും സൗമ്യതയെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ആഴത്തിൽ പരിശോധിച്ചാൽ പലപ്പോഴും ഇത് സ്ത്രീകൾക്കുണ്ടാകേണ്ട ഒരു ഗുണമായിട്ടാണ് സൗമ്യതയെ നമ്മൾ കണക്കാക്കുന്നത്. അതെവിടെ നിന്നാണ് ആ ആശയം കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ സെതറ പ്രാർത്ഥനയിൽ, വിശുദ്ധ കുർബാനയിൽ സെതറ പ്രാർത്ഥനയുണ്ട്. അത് ഈറന്മാരിൽ നിന്നും മാലാഖമാരിൽ നിന്നും എന്ന് പറഞ്ഞു തുടങ്ങുന്ന സെതറ പ്രാർത്ഥനയിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, കർത്താവേ ഞങ്ങളുടെ സ്ത്രീകൾക്ക് സൗമ്യത നൽകണേ. ആണുങ്ങൾക്ക് പിന്നെ എൻ്റെ ആവശ്യമില്ല. ഇത് ആരാ ഇത് എഴുതിയെന്നുള്ളത് ഞാൻ കുറേ കാലമായിട്ട് കണ്ടുപിടിച്ചു നടക്കുക. ഞങ്ങളുടെ സ്ത്രീകൾക്ക് സൗമ്യത കൊടുക്കണം. ഇവിടെ കർത്താവ് പറയുന്നത് സൗമ്യതയുള്ള സ്ത്രീകൾ ഭാഗ്യവാന്മാരാണെന്നാണോ? അപ്പോൾ മനുഷ്യനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഗുണങ്ങൾ പോലും അതിൽ പുരുഷന്മാർക്കുണ്ടാകേണ്ട ഗുണം, സ്ത്രീകൾക്കുണ്ടാകേണ്ട ഗുണം. എവിടെ നിന്നാണ് സൗമ്യത എന്നത് സ്ത്രീകൾക്കുണ്ടാകേണ്ട ഗുണമാണ് എന്ന് നമ്മൾ പഠിച്ചത്? ഞാൻ ആ സദറ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒരിക്കലും ആ പ്രാർത്ഥന അങ്ങനെ പറയാറില്ല. ഇനി ഇതിൻ്റെ പേരിൽ എന്നെ വിടർത്തിയാലും എനിക്ക് പ്രശ്നവുമില്ല. കാരണം അത് വേദപുസ്തകപരമായി ശരിയല്ല എന്നതാണ് കാരണം. ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത. അവിടെ പറഞ്ഞിട്ടുണ്ടോ അത് സ്ത്രീകൾക്കുള്ള ഗുണമാണ്? എല്ലാ ദൈവ പൈതലിനും ഉണ്ടാകേണ്ട ഒരു ഗുണമാണ് സൗമ്യത. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ആരാധനക്രമത്തിൽ ഞങ്ങളുടെ സ്ത്രീകൾക്ക് സൗമ്യത കൊടുക്കണേ? അപ്പോൾ സൗമ്യത എന്നത് ഒരു സ്ത്രീഭാവമാണോ? അതൊരു സ്ത്രൈണ ഭാവമാണോ? അതൊരു ഫെമിനൈൻ ക്വാളിറ്റിയാണോ? അതോ അത് ആത്മാവിൻ്റെ ഫലമാണോ? ഞങ്ങൾ അച്ഛന്മാരോട് നമ്മൾ ഈ വാക്കാണ് ഇന്ന് സൗമ്യത എന്ന് പറയുന്ന ഒരു വാക്കാണ്. നിങ്ങൾ ഡയറിയൊക്കെ അങ്ങ് മടക്കി വെച്ചു, എഴുതാനൊന്നും കാണത്തില്ല ഇന്ന്. ഇതെല്ലാം കൂടെ എഴുതിയിട്ടും കാര്യമൊന്നുമില്ല. അതൊക്കെ അങ്ങ് മടക്കി സ്വസ്ഥമായിട്ടിരിക്കും. ഒറ്റ വാക്കേ ഉള്ളൂ സൗമ്യത.
ഈ എഴുതിയ ബുക്കെല്ലാം കൂടെ വീട്ടിൽ വെച്ച് എന്നിട്ട് എന്തും എടുക്കാനാണ്? അതുകൊണ്ട് ഇന്ന് ഒന്നും എഴുതണ്ടെന്നങ്ങ് തീരുമാനിക്കുക കേട്ടോ. സന്തോഷമായാലും എല്ലാം അങ്ങ് മടക്കി വെക്കുക. ഒരു ദിവസമെങ്കിലും നിങ്ങൾ എഴുതാത്തൊരു പ്രസംഗം ഒന്ന് കേട്ട് നോക്കുക. എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം കേട്ടോ. ഞങ്ങൾ ഈ അച്ഛന്മാർ പല പള്ളികളിലൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒത്തിരി ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും ഒക്കെ പരിചയപ്പെടും. അപ്പോൾ മക്കൾക്ക് വിവാഹാലോചനയൊക്കെ നടക്കുമ്പോൾ ഞങ്ങളോട് ചോദിക്കും, അച്ഛാ നല്ല പിള്ളേർ വല്ലതും ഉണ്ടോ, ആൺപിള്ളേരുണ്ടോ പെൺപിള്ളേരുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഇനി മരുമക്കളെയാണ് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് ഭാര്യമാരെ പെൺമക്കളെ അന്വേഷിക്കുമ്പോൾ മിക്കവാറും അപ്പന്മാർ പറയും, അച്ഛാ നല്ല സൗമ്യതയുള്ള പിള്ളേർ വല്ലതും ഉണ്ടോ അച്ഛൻ്റെ പള്ളി. ഒരിക്കൽ പോലും ഈ 25 വർഷമായി അച്ഛനായിട്ട് ലുക്കില്ലെന്നുള്ളതേ ഉള്ളൂ. 25 വർഷമായി ഇന്ന് വരെ ഒരു അപ്പനും എന്നോട് ചോദിച്ചിട്ടില്ല, അച്ഛാ സൗമ്യതയുള്ള ആമ്പിള്ളാരും വല്ലതും ഉണ്ടോ. ഒരുപക്ഷെ ഈ സദന പ്രാർത്ഥന കേട്ട് അവസാനം ഇതൊരു ആത്മാവിൻ്റെ ഫലമല്ലെന്നും ഇത് സ്ത്രീകൾക്ക് വേണ്ട പ്രത്യേക ഗുണമാണെന്നും നമ്മൾ ധരിച്ചു വച്ചിട്ടുണ്ട്. ഇത് വേദപുസ്തക വിരുദ്ധമാണ്. വേദപുസ്തകം ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. ഞാൻ ഇനി അതിനെക്കുറിച്ച് വിശദമായി പുറകെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് സൗമ്യത? ഇപ്പം നാണമുള്ള ഒരു പുരുഷനെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? കാരണം നാണമെന്ന് പറഞ്ഞത് എന്തു ഗുണമാണ്? ഇങ്ങനെ അതൊരു സ്ത്രൈണ ഭാവം. ഇപ്പം ഞാനൊരല്പം ഒരു നാണമാണെങ്കിൽ ഉടനെ നിങ്ങൾ ചോദിക്കും, അച്ഛനെന്തോ ഒരുമാതിരി പെണ്ണുങ്ങളെ പോലെ എന്ന് ചോദിക്കും. കാരണം നാണം എന്ന് പറയുന്നത് ആർക്ക് മാത്രമേ പാടുള്ളൂ? അതാ നമ്മളിങ്ങനെ മുഖമൊക്കെ വാട്ടി ഒരല്പം ലജ്ജിച്ച് നിൽക്കുന്നതിനാണ്. കഞ്ചാവ് വിൽക്കുന്നതിന് നാണമില്ല, കൈക്കൂലി വാങ്ങിക്കുന്നതിന് നാണമില്ല, പിന്നെ ഉള്ള മര്യാദകേടുകൾ കാണിക്കുന്നതിന് ഗുണമില്ല. എന്തും കാണിക്കാം, പക്ഷേ നാണം ആർക്ക് മാത്രമേ ഉള്ളൂ? അപ്പോൾ ഇങ്ങനെ സൗമ്യത, വിനയം, താഴ്മ, നാണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും അത് ഇന്ന ക്വാളിറ്റികൾ ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആൺപിള്ളാർക്ക്, ഈ ചിലത് പുരുഷന്മാർക്ക്. അങ്ങനെയാണെങ്കിൽ സൗമ്യത എന്നത് ഒരു സ്ത്രൈണഭാവമാണോ, അതോ ദൈവം എല്ലാ മനുഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു ഗുണവിശേഷമാണ്? ഇനിയും ഒരാൾ സൗമ്യനല്ല അഹങ്കാരിയാണ് എന്ന് നമ്മൾ എപ്പോഴാ പറയുന്നത്? നമ്മുടെ നാട്ടിൽ ഈ ആന ഉണ്ട്, അതിൽ നാട്ടാനയുണ്ട്, കാട്ടാനയുണ്ട്. കാട്ടിൽ വലിയ ശക്തിയോടെ ജീവിക്കുന്ന ആനയെ നമ്മൾ പിടിച്ച് വീട്ടിൽ കൊണ്ടുവരും അല്ലെങ്കിൽ നാട്ടിൽ കൊണ്ടുവരും. എന്നിട്ട് ഒരു ചുള്ളിക്കമ്പ് ചാരി വെച്ചിട്ട് ഇരിയാനെ, നിൽക്കാനെ, ഇവിടെ പനിനീര് തളിക്കാനെ എന്നൊക്കെ പറയുമ്പം ഈ കമ്പ് കൊണ്ട് ഇങ്ങനെ കറക്കുമ്പം ഈ ആന അങ്ങനെ ചെയ്യും. എന്നാൽ ഈ പാപ്പാനെയും പാപ്പാൻ്റെ ഉപ്പാപ്പനെയും കൊണ്ട് എടുത്ത് ചുഴറ്റി എറിയാനുള്ള ആരോഗ്യം ആർക്കുണ്ട്? ഈ ആനയ്ക്കുണ്ട്. പക്ഷേ ഈ വള്ളിക്കൊമ്പ് കാണിച്ച് ഇങ്ങനെ ഈ ആനയെ നിർത്തും. അപ്പം നമ്മൾ പറയും ഈ ആന മെരുങ്ങി എന്ന് പറയും. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, മെരുങ്ങി. ഇംഗ്ലീഷിൽ അതിനെ ടൈമിങ് എന്നാ പറയും. അപ്പോൾ ഒരു നല്ല ആനയെന്ന് പറഞ്ഞാൽ എന്താണ്? ഇരിയാനയെന്ന് പറയുമ്പോൾ ഇരിക്കണം, നിൽക്കാനയെന്ന് പറയുമ്പോൾ നിൽക്കണം, ഇവിടെ പനിനീര് തളിക്കാനെന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ തളിക്കണം, അപ്പുറത്ത് തളിച്ചാൽ കുഴപ്പമാണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഈ സൗമ്യത, വിനയം, താഴ്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന മനുഷ്യരാണ്. പീപ്പിൾ ഹും വി ക്യാൻ മാനിപ്പുലേറ്റ്. എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ താല്പര്യങ്ങൾക്കും എൻ്റെ സ്വാർത്ഥതയ്ക്കും അനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന, ചൂഷണം ചെയ്യാൻ കഴിയുന്ന, ഞാൻ പറയുന്നതെന്തും അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാതെ അനുസരിക്കുന്ന,
ഞാൻ പറയുന്നത് എന്ത് വെടലത്തരമാണെങ്കിലും അതൊക്കെ ശരിയാണെന്ന് പറയുന്ന ആളുകളെയാണ് നമ്മൾ പൊതുവെ എന്തോ പറയുന്നത്? സൗമ്യർ എന്ന് പറയും. പണ്ട് റഷ്യയിൽ ക്രൂഷ്ചേവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ വലിയ ഒരു പുലിയാണെന്നാണ് പറയുന്നത്. അപ്പം ഇദ്ദേഹം ഇങ്ങനെ വലിയ ബെഡായി പറയുന്ന ആളാണ്. തള്ള് എന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറയും അല്ലേ? ഏറ്റവും കൂടുതൽ തള്ള് നമ്മുടെയൊക്കെ പരിപാടികളിൽ അല്ലേ? സ്വാഗതത്തിൽ അധ്യക്ഷനെ തള്ളും, അധ്യക്ഷൻ തിരിച്ച് സ്വാഗതം പറഞ്ഞതിനെ തള്ളും. എല്ലാവരും കൂടെ തള്ളി 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 സ്റ്റേജിൽ മുഴുവൻ തള്ളാണ്. അപ്പോൾ ഈ ബെഡായി പറയുമ്പം കൈയടിച്ചോണമെന്നാണ്. അപ്പോൾ ഈ ക്രൂഷ്ചേവിനൊരു ഈ വേട്ടയ്ക്ക് പോകുന്നത് വലിയ താല്പര്യമാണ്. അപ്പോൾ അവിടെ പോയിട്ട് വന്നിട്ട് ഈ വീരസ്യം പറയും. അപ്പോൾ ഈ ക്രൂഷ്ചേവ് ഒരു പ്രാവശ്യം ഇങ്ങനെ നായാട്ടിനൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് തൻ്റെ ഈ അരമനയിൽ ഈ സദസ്സിലുള്ള മനുഷ്യരോട് വേട്ടയുടെ വിശേഷങ്ങൾ പറയുക. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ കാട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു 20 കിളിയിരിക്കുന്നു. ഞാൻ സ്വാഭാവികമായും അതിനെ വെടിവെച്ചിടും. പക്ഷെ ഒരു കുഴപ്പം, എൻ്റെ കൈ 16 ഉണ്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ 16 ഉണ്ട വെച്ച് 20 എണ്ണത്തിൽ 16 എണ്ണത്തിനെ വെടിവെച്ചിട്ടു. അപ്പോൾ ഇനി എത്ര എണ്ണം ബാക്കിയുണ്ട്? 4 എണ്ണം ഉണ്ട്. ഈ 4 എണ്ണത്തിനെ കൂടെ ഇടണമെന്ന് എനിക്ക് വാശിയായി. ഞാൻ നേരെ അരമന ഈ കൊട്ടാരത്തിൽ ചെന്നു, ഉണ്ട എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ബാക്കി 4 എണ്ണത്തെ, അപ്പോൾ ആ കിളി അവിടെ വെയിറ്റ് ചെയ്യുക. എന്തിനാ? എന്നെ വെടിവെക്കൂ. അപ്പോൾ ക്രൂഷ്ചേവ് ഇതെല്ലാം പറയുമ്പോൾ ആ സദസ്സിലിരിക്കുന്നവരെല്ലാം വെൽ ഡൺ. എന്നാ രാജാവേ, ഇതൊരു ഭോഷത്തരമാണ്, ഇതൊരു വങ്കത്തരമാണ് എന്ന് പറയാൻ ആ കൊട്ടാരത്തിൽ ഒരുത്തനുമില്ല. അപ്പോൾ ഈ നേതാവ് പറയുന്നതെല്ലാം അതുപോലെ വിശ്വസിക്കുന്ന, അതുപോലെ ഏറ്റുപറയുന്ന ഭജന സംഘത്തിൻ്റെ പേരാണ് സൗമ്യർ എന്ന് പറയും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മനുഷ്യരുടെ പേരാണ് സൗമ്യർ. ഇപ്പം ഞാനൊരു സെമിനാരിയിൽ പഠിപ്പിക്കുന്ന ആളാണ്. പഠിപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല, ക്ലാസ്സിൽ പോകുന്നുണ്ട്. പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പിള്ളേരാ പറയേണ്ടത്. അപ്പം എന്നോട് ചോദിക്കുക, സെമിനാരിയിലെ ഏറ്റവും സൗമ്യതയുള്ള പയ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഞാൻ ക്ലാസ്സിൽ പറയുന്ന മണ്ടത്തരമെല്ലാം അതുപോലെ വിശ്വസിക്കുന്ന, എന്നിട്ട് അത്യാവശ്യം ഹോസ്റ്റലിലെ ഏഷണിയൊക്കെ എന്നോട് വന്ന് പറയുന്നവരാണ് ആര്? അപ്പം എനിക്ക് ചാരനായി ഉപയോഗിക്കാൻ കഴിയുന്ന, എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന, നല്ല നാടൻ ഭാഷയെ പറഞ്ഞാൽ തല എൻ്റെ കക്ഷത്തിൽ വെച്ച് തരുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യേശു ആ അർത്ഥത്തിലല്ല, നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന, നിങ്ങൾ പറയുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന, നിങ്ങൾക്ക് വിവരങ്ങൾ ചോർത്തി തരുന്ന ചാരന്മാരുടെ പേരല്ല, ചാരപ്പണിയുടെ പേരല്ല സൗമ്യത. വീണ്ടും സൗമ്യത എന്ന് പറഞ്ഞാൽ എന്ത് അനീതിയും എന്ത് അന്യായവും സഹിക്കുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൗമ്യത. ഇപ്പം ചില കുടുംബത്തിൽ എന്തെല്ലാം പ്രാവശ്യം തല്ലും വഴക്കും ഒക്കെ കേട്ടാലും എല്ലാ ദിവസവും, പുസ്തകത്തിൽ ഒരു സ്ത്രീയുണ്ട്, വസ്തി. കേട്ടിട്ടുണ്ടോ? അസ്ഥി എന്ന് കേട്ടിട്ടുണ്ട്. വസ്തി ഒരു സൗമ്യതയുള്ള സ്ത്രീയാണോ അല്ലയോ? നിങ്ങളൊക്കെ ജീവനുള്ളവർ തന്നെയാണോ? നമ്മുടെ ഇന്നത്തെ ഒരു നിർവചനം അനുസരിച്ച് വസ്തി ഒരു സൗമ്യതയുള്ള സ്ത്രീയാണോ?
ആരാ വസ്തി എന്ന് മനസ്സിലായോ? ആ, എസ്തേറിൻ്റെ പുസ്തകത്തിലെ രാജ്ഞിയാണ്. ഒരു ദിവസം ഭർത്താവ് പറഞ്ഞു, ഭർത്താവ് മദ്യപിക്കുക. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അഹശ്വേരോശ് രാജാവ് വലിയ വിരുന്നൊക്കെ നടത്തുന്നു. അപ്പോൾ അവിടെ ഒരു മദ്യപാന സദസ്സാണ് എന്ന് പറഞ്ഞാൽ ആണുങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്ന് മദ്യം സേവിക്കുക. ഇവരിങ്ങനെ മദ്യമൊക്കെ സേവിച്ച് ഇങ്ങനെ ഉന്മാദരായിരിക്കുമ്പോൾ അഹശ്വേരോശ് രാജാവിനൊരാഗ്രഹം, തൻ്റെ ഭാര്യയെ വിളിച്ച് അവളുടെ സൗന്ദര്യം ഇവരെയെല്ലാം ഒന്ന് കാണിക്കണം. രാജ്ഞി പറഞ്ഞു, നടക്കില്ല, ഞാൻ വരത്തില്ല. അപ്പോൾ ഭർത്താവ് പറയുന്നത് ആരനുസരിക്കുന്നില്ല? വസ്തി അനുസരിക്കുന്നില്ല, ഞാൻ വരത്തില്ല. അപ്പോൾ അവിടെ കൂടി വന്നിരുന്ന ഈ മദ്യപാന സദസ്സിലുള്ള മറ്റ് പുരുഷന്മാർ അവർ പറയുന്നുണ്ട്, ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. നിങ്ങളത് വായിച്ചു നോക്കണം, വലിയ രസമാണ്. ഈ നാട്ടിലെ പുരുഷന്മാർക്ക് മുഴുവൻ നാണക്കേടാവും. കാരണം രാജാവ് പറഞ്ഞിട്ട് രാജ്ഞി അനുസരിക്കുന്നില്ല. അതുകൊണ്ട് ഇനി ഇത് വെച്ച് പൊറിപ്പിക്കരുത്, അവളെ രാജസ്ഥാനത്ത് നീക്കണം. അപ്പോൾ എന്താണ് സൗമ്യത? ഏത് അന്തസ്സ് കെട്ട കാര്യം ചെയ്യാൻ പറഞ്ഞാലും അത് ചെയ്യുന്നതിൻ്റെ പേരല്ല സൗമ്യത. അതുകൊണ്ട് ആരല്ല സൗമ്യരെന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ നിന്ന് തരുന്ന, വഴങ്ങിത്തരുന്ന മനുഷ്യരെ വിളിക്കേണ്ട പേരല്ല സൗമ്യർ. 2, ഞാൻ എന്ത് അന്യായം ചെയ്താലും എന്ത് അനീതി പ്രവർത്തിച്ചാലും ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവരുടെ പേരല്ല എന്ത്? സൗമ്യർ. ഇനി ഇതിൻ്റെ ഒരു വേദപുസ്തക വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ, പഴയ നിയമത്തിൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ അല്ലെങ്കിൽ സകല മനുഷ്യരിലും ഏറ്റവും അധികം സൗമ്യത ഉള്ളതെന്ന് പറയുന്നത് ആരെയാണ്? മോശയാണ്. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, മോശ എന്ന പുരുഷനോ. അപ്പൊ സൗമ്യത എന്തു ഗുണമല്ല? സദറാ പ്രാർത്ഥനയിൽ എങ്ങനെ പറയുന്നത്? കർത്താവേ, ഞങ്ങളുടെ പെണ്ണുങ്ങൾക്ക് സൗമ്യത കൊടുക്കണേ. പക്ഷെ ഇവിടെ പറയുന്നു മോശ എന്ന പുരുഷനോ. ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും സൗമ്യനായിരുന്നു. ശരിക്കും നമ്മുടെ നിർവചനമനുസരിച്ച് മോശ സൗമ്യനാണോ? മോശ ഒരു എടുത്തിയാട്ടക്കാരനായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ മോശ ഒരു കുലപാതകിയാണ്. രണ്ടുപേരും വഴക്കുണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് കയറി ഇടപെടേണ്ട വല്ല കാര്യമാണോ? അവൻ ചാവുന്ന ചത്തോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ. അപ്പോൾ അവനവൻ്റെ കാര്യം നോക്കി എനിക്കൊന്നും പറ്റരുത് എന്ന് ചിന്തിച്ച് ജീവിച്ച മനുഷ്യനല്ല മോശ. അന്യായം നടന്നപ്പോൾ, അനീതി സംഭവിക്കുന്നത് കണ്ടപ്പോൾ അതിൽ ഇടപെട്ടയാളാണ് ആര്? അപ്പോൾ ഒന്നിലും ഇടപെടാതെ ആർക്കെന്ത് സംഭവിച്ചാലും എനിക്കൊന്നും സംഭവിക്കരുത്, ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കും. പക്ഷെ മോശയെക്കുറിച്ച് പറയുന്നത്, മോശ അന്യായം കണ്ടപ്പോൾ ഇടപെട്ടയാളാണ്. എന്നിട്ട് ഒരാളെ എന്ത് ചെയ്തു? തല്ലിക്കൊന്നു. ആവേശം കയറി ഒരുത്തനെ കൊന്ന മോശയെക്കുറിച്ചാണ് സംഖ്യാപുസ്തകം പറയുന്നത്, ഭൂമിയിൽ ജനിച്ചവരിൽ ഈ പുള്ളിയേക്കാൾ സൗമ്യൻ. അപ്പോൾ എന്താണ് സൗമ്യത? മോശയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട്. മോശ സീനായി പർവ്വതത്തിൽ നിന്ന് കൽപ്പനയൊക്കെ വാങ്ങി, 10 കൽപ്പനയൊക്കെ വാങ്ങി താഴോട്ട് വരുമ്പോൾ അവിടെ ഭയങ്കര ഡാൻസാണ്. നമ്മുടെ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ
എന്തോ ഡാൻസാണ് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ചെയ്യുന്നൊരു ഡാൻസ് ഉണ്ടല്ലോ, പാട്ടൊക്കെ വെച്ചിട്ട്. അതാ DJ. ശരിക്കും പറഞ്ഞാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ DJ ആണ്. വലിയ നൃത്തമാണ് നടക്കുന്നത്. അവരുടെ നടുവിലൊരു കാളക്കുട്ടിയുണ്ട്. മോശ ഇങ്ങോട്ട് വന്നിട്ട്, കർത്താവിൽ പ്രിയ കുഞ്ഞാടുകളെ, ആണോ? സൗമ്യനാണെങ്കിൽ എന്ത് ചെയ്യണം? ദയവായി ആ DJ ഒന്ന് നിർത്തുവോ? ഇങ്ങനെയാണോ മോശ പറയുന്നത്? മോശ ആദ്യം ചെയ്തത് കയ്യിലിരുന്ന കൽപ്പലക എടുത്തിട്ട് അങ്ങ് ഉടച്ചു, അടിച്ചു നിലത്തി. എന്നിട്ട് മോശയുടെ ക്രോധം, മോശ വളരെ കുപിതനാവുകയാണ്. കാരണം യഥാർത്ഥത്തിലുള്ള മിസ്രയീമിൽ നിന്ന് വിടുവിച്ച ദൈവമല്ലാതെ മറ്റു ദൈവങ്ങൾ ഉണ്ടാകുന്നത് കണ്ടപ്പോൾ മോശയിൽ കോപം ജ്വലിക്കുകയാണ്. അപ്പോൾ സൗമ്യനായ ഒരാൾക്ക് എന്തു ആവാൻ പാടില്ല? നമ്മൾ കോപിക്കുന്ന ഒരാളെ നമ്മൾ എന്തെന്ന് പറയത്തില്ല. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലെഴുതിയ 2-3 പേരുടെ പേരുണ്ടല്ലോ, ഒത്തുവരുന്നുണ്ടോ? എത്രണ്ണം വെട്ടി? ഒറ്റയടിക്ക് ഒരുത്തനെ കൊന്ന, ദൈവം തന്ന കൽപ്പന അടിച്ചു പൊട്ടിച്ച, കാളക്കുട്ടിയുടെ ഉണ്ടാക്കി അഹരോന്റെ നേതൃത്വത്തിൽ DJ ഡാൻസ് നടക്കുമ്പോൾ അതിനോട് കോപാകുലനായി ക്രുദ്ധനായി പ്രതികരിക്കുന്ന മോശയുടെ പ്രതികരണം ഒരു സൗമ്യത ഉള്ള ആളുടെ പ്രതികരണമാണ്. പുള്ളിക്ക് ബേസിക്കലി ഇച്ചിരി ദേഷ്യമുള്ള ആളാണ്. നമുക്കറിയാം ഇത്രോവിൻ്റെ ആടുകളെ ആരടിച്ചോടിക്കുന്നുണ്ട്? അവിടെ എങ്ങനെയാണല്ലോ ഇത്രോവിൻ്റെ വീട്ടിൽ ചെല്ലുന്നത്. ചേട്ടന്മാരെ ഒന്ന് മാറിക്കൊടുക്കുമോ? അവരെ അടിച്ചോടിക്കുന്നത്. പുള്ളി ഒരു ബേസിക്കലി ഒരു കോപാകുലനായ മനുഷ്യനാണ്, കോപമുള്ള ആളാണ്. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ മുൻകോപമുള്ള ആളാണ്. ഇതൊന്നിൽ ഒരു തവണയല്ല, പല തവണ നമ്മൾ കണ്ടു. അപ്പോൾ മോശ സൗമ്യനാണോ? എന്താണ് സൗമ്യത? മോശയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. യേശുവാണ് ഏറ്റവും വലിയ സൗമ്യൻ. യേശു തന്നെ പറഞ്ഞു, ഞാൻ ആരുള്ള ആളാ? മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു പറയുന്നുണ്ട്, അയ്യോ ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ ആരാണ്? സൗമ്യതയുള്ള ആളാ. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാണ് എന്നാര് തന്നെ പറയുക? യേശുവിൻ്റെ ജീവിതം ഒന്ന് നോക്കിക്കേ. നമ്മുടെ ആ സൗമ്യതയുടെ നിർവചനം അനുസരിച്ച് എന്തെങ്കിലും വരുന്നുണ്ടോ? യേശു യെരുശലേം ദേവാലയത്തിലോട്ട് പോകുമ്പം കഴുതയുടെ പുറത്ത് കയറിയാ പറയുന്നത്. അപ്പം സെഖരിയാ പ്രവചനമൊക്കെ പറയുന്നുണ്ട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി. പക്ഷെ പള്ളിയിലോട്ട് കയറിയപ്പം പുള്ളി കാണിച്ചത് സൗമ്യതയായിരുന്നു. യേശു തന്നെ പറയുന്നുണ്ട്, ഞാൻ സൗമ്യനാണ്. ആശാ ഞായറാഴ്ച അല്ലെങ്കിൽ യെരുശലേം എഴുന്നള്ളത്തിൻ്റെ ദിവസം യേശു ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവചനം പൂർത്തിയാവുന്നു. എന്താണ് പ്രവചനം? ഇതാ നിന്റെ രാജാവ് കഴുതയുടെ പുറത്ത് സൗമ്യനായി വരുന്നു. പക്ഷെ പള്ളിയിലോട്ട് കയറിയപ്പം അവിടെ കണ്ട പൊൻവാണിഭക്കാരെയും കച്ചവടക്കാരെയും എല്ലാം അടിച്ചു പുറത്താക്കി. സൗമ്യന? ശരിക്കും നമ്മുടെ നിർവചനം അനുസരിച്ചുള്ള സൗമ്യതയാണ് യേശുവിനുണ്ടായിരുന്നെങ്കിൽ യേശു എന്തോ ചെയ്തേനെ? ആ പള്ളിയിലോട്ട് കയറി, കർത്താവേ നീ നിന്റെ ദൂതന്മാരെ അയച്ച് ഈ പൊൻവാണിപ്പക്കാരെയെല്ലാം പൊക്കി പുറത്താക്കണേ എന്ന് പറയും. ഞാൻ ബലഹീനനാണല്ലോ, ഞാൻ അശക്തനാണല്ലോ, അതുകൊണ്ട് എനിക്കൊന്നും പറ്റൂല. നീ തന്നെ നിന്റെ ക്രോബേന്മാരെയും മാലാഖമാരെയും ഗബ്രിയേൽ ദൂതനെയൊക്കെ അയച്ച് കഴിയുമെങ്കിൽ ഒരു വണ്ടി വല്ലതും കൊണ്ടുവന്ന് ഇവരെ ഇവിടുന്ന് കയറ്റി വേറൊരിടത്ത് കൊണ്ടുപോകണേ. പുള്ളി ഒരു ചാട്ടവാറിനെ കൊണ്ട് അടിച്ച് എല്ലാത്തിനെയും പുറത്താക്കി.
ഈ യേശുവാ പറയുന്നത് ഞാൻ ആരാ? അപ്പം എന്തുവാ സൗമ്യത? ഇനിയും സൗമ്യൻ എന്ന് പറഞ്ഞാൽ ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കായിരിക്കണം. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. യേശു പരീശന്മാരെ വിളിച്ച വാക്ക് വല്ലതും ഡിക്ഷണറിയിലുള്ള വാക്കാണോ? ഒരു സൗമ്യനായ ഒരാൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഭാഷയാണോ യേശു പരീശന്മാരെയും ശാസ്ത്രിമാരെയും ഒക്കെ വിളിക്കുന്നത്? എൻ്റെ വിചാരം അതിലും കടുപ്പമുള്ളതൊക്കെ യേശു വിളിച്ചു കാണും. പക്ഷെ അതൊക്കെ വേദോസ്തത്തിൽ ചേർക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം ഒന്നും ചേർക്കാൻ ഞാനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹെരോദാവിനെ യേശു എന്താ വിളിക്കുന്നത്? കുറുക്ക. പരീശന്മാരെയും ശാസ്ത്രിമാരെയും വളരെ രൂക്ഷമായി യേശു വിമർശിക്കുകയാണ്. അപ്പോൾ എന്താണ് സൗമ്യത? ശബത്തിൽ യേശു പള്ളിയിൽ ചെല്ലുന്നുണ്ട്. അതിൽ പലതും നമുക്കറിയാം. അവിടെ ഒരു 18 വർഷം കൂനിയായ ഒരു സ്ത്രീയുണ്ട്. യേശു ആ സ്ത്രീയെ കണ്ടപ്പോൾ യേശുവിന് അന്നേരം സൗഖ്യമാക്കണം. 18 വർഷം എന്തായാലും കുനിഞ്ഞു നടന്ന സ്ത്രീയല്ലേ, ഒരു ദിവസം കൂടെ കുനിയുന്നതിന് അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഉണ്ടോ? 18 വർഷം കുനിഞ്ഞു നടന്ന ഒരു സ്ത്രീ, അവരോട് യേശു പറയുക, ഇന്ന് ശബത്തല്ലേ, ഞാൻ ഇന്ന് സുഖമാക്കിയാൽ ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അവർ പൊതുയോഗം കൂടി എനിക്കിട്ട് പണി തരും, അതുകൊണ്ട് നാളെ. പക്ഷേ യേശു യാതൊരു മെഡിക്കൽ എമർജൻസിയും ഇല്ലാതിരുന്നിട്ട് അവിടെ മനഃപൂർവ്വം വഴക്കുണ്ടാക്കുമല്ലേ? യേശുവിന് അന്നേരപ്പം തന്നെ ആ സ്ത്രീയെ സുഖമാക്കണം. ഇതൊരു സൗമ്യതയുള്ള ആളുടെ ലക്ഷണമാണോ? യേശു ചിലപ്പോഴും വെറുതെ കയറി ചൊറി. നമ്മൾ പറയത്തില്ലേ, വഴക്ക് വടി കൊണ്ട് തോട്ടി കൊണ്ട് പിടിക്കുന്നു പറയും, അങ്ങനത്തെ ടൈപ്പാണോ യേശു? നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. ഇപ്പം യേശു കുഷ്ഠരോഗിയെ തൊടുന്നു, യേശുവിനെ അങ്ങ് തൊടാതെ സുഖമാക്കിയാൽ പോരെ? കാരണം യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് കുഷ്ഠരോഗിയെ തൊട്ടാൽ അശുദ്ധനാവും. രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിനെ തൊടുന്നുണ്ട്, യേശു അശുദ്ധനാകും. യേശുവിന് അങ്ങ് മിണ്ടാതിരുന്നാൽ പോരായിരുന്നു? ആ സ്ത്രീ തൊട്ടിട്ട് പോട്ടെ, സുഖമായല്ലോ. പറ്റത്തില്ല, പുള്ളിക്ക് വിളിക്കണം, നടുക്കുകൊണ്ട് നിർത്തണം. എന്നെ തൊട്ടതെന്താ? എന്തിനാ ഈ പണിക്ക് പോകുന്നേ? അടങ്ങി ഒതുങ്ങി ഒരു 90 വയസ്സ് വരെയൊക്കെ ജീവിച്ച് ICUവിലൊക്കെ കിടന്ന് സുഖമായിട്ട് മരിച്ചാൽ പോരെ? യേശുവിന് നമ്മുടെ നിർവചനം അനുസരിച്ചുള്ള സൗമ്യത ഉണ്ടായിരുന്നെങ്കിൽ യേശു ഒരു 90-ാമത്തെ വയസ്സിൽ യേശുവിന് കുരിശെ കിടന്നൊന്നും മരിക്കേണ്ടി വരത്തില്ലായിരുന്നു. സാവകാശമൊക്കെ കഴിഞ്ഞ് മൂക്കി ട്യൂബും ഒക്കെ ഇട്ട് പതുക്കെ 4 ദിവസം ബോഡി മോർച്ചറിയിലൊക്കെ വെച്ച് പതുക്കെ മരിച്ചാൽ മതിയായിരുന്നു. കാരണം യേശു പറയുന്നു, ഞാൻ സൗമ്യതയുള്ളവനാ. പക്ഷെ യേശുവിൻ്റെ സൗമ്യത എന്ന് പറയുന്നത് നമ്മുടെ സൗമ്യതയെക്കുറിച്ചുള്ള ധാരണയല്ല. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു പക്ഷവാതക്കാരനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ യേശു പറയുന്നുണ്ട്, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. പുള്ളിക്ക് വല്ല കാര്യമുണ്ടോ? അവനെ എന്തിനാ കൊണ്ടുവന്നേ? പാപക്ഷമയ്ക്കാണോ? അല്ലല്ലോ, രോഗസൗഖ്യം കിട്ടാനല്ലേ. നിന്റെ രോഗം സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരെ? അതിനു പകരം അവിടെ കൂടി വന്നിരിക്കുന്ന പരീശന്മാരെയും ശാസ്ത്രിമാരെയും കയറി ചൊറിയേണ്ട വല്ല കാര്യമുണ്ടോ? യേശു ആദ്യം പറയുന്നത് നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന്. ഇനി അഥവാ പറയണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ യേശു മനസ്സിൽ പറഞ്ഞാലും ആരുടെ പാപം മോചിക്കും? ഇതെന്തിനാ ഇത് ഉറക്കെ പറയുന്നത്? അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ അവിടെ കൂടി വന്ന പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും പ്രശ്നം ഉണ്ടായത്? ഇങ്ങനെ സുവിശേഷം വായിച്ചാൽ സൗമ്യതയ്ക്ക് ഒരു പുതിയ നിർവചനം കിട്ടും. അത് കിട്ടിയാൽ പിന്നെ മേലിൽ നമ്മൾ കർത്താവെ ഞങ്ങളുടെ സ്ത്രീകൾക്ക് സൗമ്യത നൽകണമെന്ന് പ്രാർത്ഥിക്കില്ല. എന്താണ് സൗമ്യത?
ഇനിയും യേശുവിൻ്റെ സൗഹൃദങ്ങളൊക്കെ നോക്കിക്കേ. അവിടെയുള്ള ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരാളുമായിട്ട് യേശു കൂട്ടുകൂടിയോ? ഒരു പത്മശ്രീ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഷെവലിയാർ ആണോ? ചുങ്കക്കാർ, പാപികൾ, വേശ്യമാർ, സത്യത്തിൽ ഒരു സൗമ്യതയും പക്വതയുമുള്ള ഒരാൾക്ക് ചേർന്ന കൂട്ടുകെട്ടാണോ യേശുവിൻ്റെ കൂട്ടുകെട്ട്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് മീറ്റിങ്ങിൽ പറഞ്ഞു, നിങ്ങൾ പിള്ളേരോട് ഒരിക്കലും വേദപുസ്തകം വായിക്കണമെന്ന് പറയരുത്. കാരണം വേദപുസ്തകം ഒരു അപകടം പിടിച്ച പുസ്തകമാണ്. ഇത് നേരെ ചൊവ്വേ വായിച്ചാൽ അധികം കാലം ജീവിച്ചിരിക്കാൻ പറ്റൂല. കാരണം എന്താണ്? നമ്മൾ പാട്ടൊക്കെ പാടും, യേശുവിനെ പോലാകാൻ. സത്യത്തിൽ നമുക്ക് താല്പര്യമുണ്ടോ യേശുവിനെ പോലാവാൻ? ഉണ്ടോ? യേശുവിൻ വാക്ക് കേൾക്കുവാൻ വെറുതെ പറയുന്നല്ലേ? കാരണം യേശുവിനെ പോലെ ജീവിച്ചാൽ അധികം കാലം ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ എൻ്റെ പട്ടത്വ ശുശ്രൂഷയിൽ 25ാമത്തെ വർഷമാണ്. അപ്പോൾ ചില കൂട്ടുകാരൊക്കെ, എൻ്റെ കോളേജിലൊക്കെ പഠിച്ച കൂട്ടുകാർ പറഞ്ഞു 25 ആഘോഷിക്കണം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, സത്യത്തിൽ അതൊരു നാണം കെട്ട പരിപാടിയാണ്. കാരണം ഞാൻ ഈ 25 കൊല്ലം ജീവിച്ചു എന്നതിൻ്റെ അതുതന്നെ ഞാൻ യേശുവിനെ പോലെ അല്ല ജീവിച്ചതെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം യേശുവിന് എത്ര ജീവിക്കാൻ പറ്റുള്ളൂ? 3.5 കൊല്ലം. അപ്പം ഞാനൊരു 25 കൊല്ലമായിട്ടും പരിക്കില്ലാതെ ജീവിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം എന്തുവാ? ഞാൻ യേശുവിനെ പോലെ ജീവിച്ചില്ലെന്നാണ് എൻ്റെ. അത് ഞാൻ നാട്ടുകാരോട് പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ കഴിഞ്ഞ 25 കൊല്ലം യേശുവിനെ പോലെ അല്ല ജീവിച്ചെന്ന് നാട്ടുകാരെ എന്തിനറിയിക്കുന്നു? യേശുവിനെ പോലെ ജീവിക്കാൻ എളുപ്പമൊന്നുമല്ല. പാട്ട് പാടാൻ കൊള്ളാം. ഒറ്റ ദിവസം സത്യസന്ധമായി വേദപുസ്തകം വായിച്ചാൽ നാട്ടുകാർ നമ്മളെ തല്ലിക്കൊല്ലും. തല്ലിക്കൊല്ലുക എന്നുള്ളത് പോസിറ്റീവായ സെൻസിൽ പറഞ്ഞതാണ്. അതാണ് അവർ യേശുവിനോട് ചെയ്തത്. അതുകൊണ്ട് സൗമ്യത, യേശു പറയുന്നു ഞാൻ സൗമ്യതയുള്ളവനാണ്. പക്ഷേ 4 സുവിശേഷങ്ങളിലായി നാം കാണുന്ന യേശുവിൻ്റെ സൗമ്യത, ചോറുണ്ണാൻ നേരത്ത് മാത്രം വാപൊളിക്കുന്ന, ആരുടെയെങ്കിലും കക്ഷത്തിൽ കൊണ്ട് തലവെച്ച് കൊടുക്കുന്ന, ആർക്കും എങ്ങനെയും ഉപയോഗിക്കാൻ കഴിയുന്ന, ആര് എന്തു പറഞ്ഞാലും അതെല്ലാം ശരിയെന്ന് പറയുന്ന ഒരു സൗമ്യതയല്ല യേശുവിൽ നാം കാണുന്നത്. സൗമ്യത ആത്മാവിൻ്റെ ഫലമാണ്. അപ്പം മോശയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, യേശുവിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ചോദ്യം, എന്താണ് സൗമ്യത? സൗമ്യത എന്നത് അധ്വാനിക്കുന്നവർക്കും ഭാരമുള്ളവർക്കും അഭയമാകുന്നതിൻ്റെ പേരാണ് സൗമ്യത. സൗമ്യത എന്നത് മിണ്ടാതിരിക്കലല്ല. സൗമ്യത എന്നത് ആർക്കും ചൂഷണം ചെയ്യാവുന്ന തരത്തിൽ വഴങ്ങിക്കൊടുക്കലല്ല. സൗമ്യത എന്നത് ചാരപ്പണി ചെയ്യുന്നതിൻ്റെ പേരല്ല. സൗമ്യത എന്നത് ഏഷണി കൊണ്ട് കൊടുക്കുന്നതിൻ്റെ പേരല്ല. സൗമ്യത എന്നത് അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും അഭയമാകുന്നതിൻ്റെ പേരാണ് സൗമ്യത. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, എളിയവരോടും ബലഹീനരോടുമുള്ള നമ്മുടെ മനോഭാവത്തിൻ്റെ പേരാണ് സൗമ്യത. അല്ലാതെ നമ്മേക്കാൾ ബലമുള്ള, നമ്മേക്കാൾ കരുത്തുള്ള, നമ്മേക്കാൾ അധികാരമുള്ള, നമ്മുടെ തലയിലെഴുത്തു തന്നെ മാറ്റാൻ ശേഷിയുള്ള മനുഷ്യരുടെ മുൻപിൽ നാം ഓച്ചാനിച്ച് നിൽക്കുന്നതിൻ്റെ പേരല്ല സൗമ്യത. സൗമ്യത എന്നത് എന്നേക്കാൾ എളിയവനെന്ന് എനിക്ക് തോന്നുന്ന, എന്നേക്കാൾ ബലഹീനനായ, എന്നേക്കാൾ ദുർബലനായ, എന്നോട് തിരിച്ച് ഒരു പ്രതികാരവും ചെയ്യാൻ ശേഷിയില്ലാത്ത ഈ സമൂഹത്തിലെ അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും എളിയവരോടും ബലഹീനരോടുമുള്ള എൻ്റെ സമീപനത്തിൻ്റെ പേരാണ് സൗമ്യത.
അല്ലാതെ അനീതിയോട് പക്ഷം ചേരലല്ല, ഇരകളുടെ ഒപ്പം നിൽക്കുന്നതിൻ്റെ പേരാണ് സൗമ്യത. അതുകൊണ്ട് സൗമ്യത എന്നത് ഒരു ഫെമിനൈൻ ക്വാളിറ്റി അല്ല, അതൊരു പ്രൊഫറ്റിക് ക്വാളിറ്റിയാണ്. അതൊരു പ്രവാചക ഗുണമാണ്. സൗമ്യത എന്നത് അപകടം പിടിച്ച ഒരു ഗുണമാണ്. കാരണം മോശയെ പോലെ സൗമ്യനായാൽ, യേശുവിനെ പോലെ സൗമ്യനായാൽ അത് അപകടം ക്ഷണിച്ചു വരുത്തും. എന്താണ് സൗമ്യത? സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. അപ്പോൾ എന്താണ് സൗമ്യത? ആ 3 പേരും ഇപ്പോഴും നിങ്ങളുടെ കടലാസിൽ തന്നെ ഉണ്ടോ? വളരെ ഗൗരവമായി വേദപുസ്തകത്തിൽ നന്മ, ഗുണം എന്നൊക്കെ നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു വേദപുസ്തക അർത്ഥത്തിൽ തന്നെയാണോ? എളിയവനും ബലഹീനനും ദരിദ്രനും അനാഥനും അഭയവും അത്താണിയുമാകുന്നതിൻ്റെ പേരാണ് സൗമ്യത. അല്ലാതെ ഭാസ്കർ പട്ടേലറുടെ മുമ്പിൽ തൊമ്മി നിൽക്കുന്നത് പോലെ നിൽക്കുന്നതിൻ്റെ പേരല്ല സൗമ്യത. സൗമ്യതയുള്ളവർക്ക് എന്താ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? അവർ ഭൂമിയെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 37-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ കർത്താവ് ഇവിടെ തിരുത്തുന്നുണ്ട്. 37-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഒരിടത്ത് പറയുന്നു, സങ്കീർത്തനം 37-ൽ പറയുന്നു കൈവശമാക്കും. എന്നാൽ കർത്താവ് ആ വാക്കൊന്ന് മാറ്റി പറയുന്നത് അവകാശമാക്കും. അപ്പോൾ ഈ ഭൂമി ആരുടെ അവകാശമാണ്? നമുക്ക് പറയുന്നതെല്ലാം അതുപോലെ ശരിയാണെന്ന് സമ്മതിക്കുന്നതിൻ്റെ പേരല്ല സൗമ്യത. എല്ലാ അന്യായവും അനീതിയും ചോദ്യം ചെയ്യാതെ സഹിക്കുന്നതിൻ്റെ പേരല്ല സൗമ്യത. സൗമ്യത യേശുവിൽ കണ്ട ഗുണമാണ്. സൗമ്യത ആത്മാവിൻ്റെ ഫലമാണ്. അനീതി കാണുമ്പോൾ ഇടപെടുന്ന ആർജവത്തിൻ്റെ പേരാണ് സൗമ്യത. അന്യായം സംഭവിക്കുമ്പോൾ അതെന്നെ ബാധിക്കത്തില്ലെങ്കിലും അതിലിടപെടാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ പേരാണ് സൗമ്യത. സൗമ്യത ഒരു തിരിച്ചറിവാണ്. സൗമ്യത ഒരു ഡിസേൺമെൻ്റാണ്. മോശയ്ക്ക് ഒരു കാര്യവുമില്ല 2 പേർ വഴക്കുണ്ടാക്കുമ്പോൾ പോയി ഇടപെടാൻ. അങ്ങനെ ഇടപെട്ടത് കൊണ്ടാണ് നല്ല കൊട്ടാരത്തിൽ പുട്ടടിച്ചിരുന്ന മോശയ്ക്ക് ഓടിപ്പോകേണ്ടി വരുന്നത്. വല്ല കാര്യമുണ്ടോ? അടങ്ങി ഒതുങ്ങി ആര് ചത്താലെന്താ, ആരെവിടെ പോയാലെന്താ, എൻ്റെ കാര്യം നോക്കി എനിക്ക് ജീവിക്കണം. അന്യായം കാണുമ്പോൾ പ്രതികരിക്കുന്ന, അനീതി കാണുമ്പോൾ ഇടപെടാനുള്ള സന്നദ്ധത, അതിൽ ഇടപെടേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന തിരിച്ചറിവിൻ്റെ പേരാണ് സൗമ്യത. ദൈവമല്ലാതെ മറ്റു ദൈവങ്ങൾ ഉണ്ടാകുന്നു, വിഗ്രഹങ്ങൾ ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ അതിനോട് അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന, കോപാകുലനായി പ്രതികരിക്കുന്ന മോശയുടെ ഇടപെടലിൻ്റെ പേരാണ് പ്രത്യേകത. ആ ഇടപെടലിൻ്റെ പേരാണ് സൗമ്യത. ദേവാലയത്തിൽ അന്യായമായത് കാണുമ്പോൾ, ദേവാലയം ചന്തയാകുമ്പോൾ, അത് കച്ചവട സ്ഥാനമാകുമ്പോൾ, അവിടെ ലാഭം കൊയ്യുന്ന ഇടമായി മാറുമ്പോൾ ദേവാലയത്തിൽ നിന്നും കച്ചവടക്കാരെ അടിച്ചു പുറത്താക്കുന്ന തൻ്റെ ഇടത്തിൻ്റെ പേരാണ് സൗമ്യത. മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഹെരോദാവിനെ പോലെയുള്ള ഭരണാധികാരികളുടെ
അവരെ കുറുക്ക എന്ന് വിളിക്കുന്ന ആ തൻ്റെടത്തിൻ്റെ പേരാണ് സൗമ്യത. മതനിയമങ്ങൾ മനുഷ്യനെ വരിഞ്ഞു കെട്ടുമ്പോൾ മതത്തേക്കാൾ വലിയതാണ് മനുഷ്യത്വമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന സ്ഥൈര്യത്തിൻ്റെ പേരാണ് സൗമ്യത. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ദൈവത്തെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ പേരാണ് സൗമ്യത. അല്ലാതെ പേടിത്തൊണ്ടന്മാർക്ക് കൊടുക്കേണ്ട വിശേഷണമല്ല സൗമ്യത. മോശയും യേശുവുമൊക്കെ ദൈവത്തെ മാത്രം ഭയപ്പെട്ട് ജീവിച്ച മനുഷ്യരാ. അപ്പോൾ ദൈവത്തെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് കൊടുക്കേണ്ട പേരാണ് സൗമ്യർ. അല്ലാതെ പേടിത്തൊണ്ടന്മാരെ വിളിക്കേണ്ട പേരല്ല. ഏറ്റവും അവസാനമായി ഞാൻ പറഞ്ഞത്, അധ്വാനിക്കുന്നവർക്കും ഭാരമുള്ളവർക്കും എളിയവർക്കും ദരിദ്രർക്കും ബലഹീനർക്കും ഒക്കെ അത്താണിയും അഭയവും ആശ്വാസവുമാകാനുള്ള നമ്മുടെ സന്നദ്ധതയുടെ പേരാണ് സൗമ്യത. നമ്മേക്കാൾ എളിയവരോട് ക്ഷമിക്കുന്ന മനസ്സിൻ്റെ പേരാണ് സൗമ്യത. അങ്ങനെയുള്ളവർ അവർ ഭൂമിയെ കൈവശമാക്കേണ്ട കാര്യമില്ല. അവർക്കുള്ളതാണ് ഈ ഭൂമി. ഈ ഭൂമി അങ്ങനെയുള്ളവരുടെ അവകാശമാണ്. ശാന്തമായി ദൈവസന്നിധിയിൽ, കർത്താവേ, ഞാൻ എന്താണ് ഇത്രയും കാലം സൗമ്യത എന്നതുകൊണ്ട് മനസ്സിലാക്കിയിരുന്നത്? ഞാൻ മനസ്സിലാക്കിയിരുന്നത് പോലെയാണോ വേദപുസ്തകം സൗമ്യതയെ വിശേഷിപ്പിക്കുന്നത്? ഒന്നും മിണ്ടാത്ത, ഒരഭിപ്രായവും പറയാത്ത, ഒന്നിലും ഇടപെടാത്ത പേടിത്തൊണ്ടന്മാരെയാണോ നാം സൗമ്യർ എന്ന് വിളിക്കേണ്ടത്? അതോ ദൈവത്തെ മാത്രം ഭയപ്പെട്ട് അന്യായം കാണുമ്പോൾ ഇടപെടുന്ന, അഗതികൾക്കും എളിയവർക്കും അഭയമാകുന്ന, മതത്തേക്കാൾ വലിയതാണ് മനുഷ്യനെന്ന് തിരിച്ചറിയുന്ന ഈ സന്നദ്ധതയുടെ, ഈ തിരിച്ചറിവിൻ്റെ, ഈ മനോഭാവത്തെ അല്ലേ കർത്താവെ ഞാൻ സൗമ്യതയെന്ന് മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ട് ഈ 2024 നമുക്ക് സൗമ്യതയുള്ളവരായി ജീവിക്കാം. നമ്മുടെ നാട്ടുകാർ സൗമ്യതയെക്കുറിച്ച് പറയുന്ന നിർവചനമല്ല, യേശുവും മോശയും അവരെ പറയുന്നത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ, ഭൂതലത്തിൽ ജനിച്ച മനുഷ്യരിൽ ഏറ്റവും സൗമ്യൻ മോശയാണ്. യേശു തന്നെ വിളിക്കുന്നത് ഞാൻ സൗമ്യതയുള്ളവനാണ്. സൗമ്യത സ്ത്രീകളുടെ ഗുണമല്ല, അത് ആത്മാവിൻ്റെ ഫലമാണ്. കർത്താവെ, നീ ആഗ്രഹിക്കുന്ന തരത്തിൽ നിന്നെ മാത്രം ഭയപ്പെട്ട് എളിയവനും ദരിദ്രനും അനാഥനും ബലഹീനനും അഭയവും അത്താണിയും ആശ്വാസവുമാകുന്നതാണ് സൗമ്യത എന്ന് തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ കർത്താവെ ഈ 2024 നീ എനിക്ക് ആയുസ് തരുന്നിടത്തോളം കാലവും സാധിക്കണമേ. അതിന് നിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും.